കർണാടകയിലെ ഹാസനിൽ വീട്ടിനുള്ളിൽ സ്ഫോടനം, 2 പേർക്ക് ഗുരുതര പരുക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായെന്നാണ് വീട്ടുകാരുടെ മൊഴി. സ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തുകയാണ്. കർണാടകയിലെ ഹാസനിൽ ഇന്നലെ രാത്രിയാണ് വീടിനുള്ളിൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ കാവ്യ, 28 വയസ്സുകാരിയായിട്ടുള്ള കാവ്യ, ഒപ്പം തന്നെ 32കാരനായിട്ടുള്ള സുദർശൻ, ഇവർക്ക് 2 പേർക്കുമാണ് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ 2 പേരും ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം എന്ന നിലയിലാണ് പോലീസ് ഉൾപ്പെടെ വിവരങ്ങൾ നൽകിയത്. എന്നാൽ പൊട്ടിത്തെറിക്ക് ശേഷം വീടിനുള്ളിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. സ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടമല്ല എന്ന നിലയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. ഈ പരിക്കേറ്റവരെ യാതൊരു തരത്തിലും മൊഴിയെടുക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല. അപ്പോൾ ഈ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്, വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരും ഒപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടമെന്നാണ്. പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്.